حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله عليه وسلم. حسبي ربي جل الله 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 عليه توكلوا. ഇതൊരു തൗഫീഖാണ്. ഈ തൗഫീഖിനെ ലോകാവസാനത്തിന് മുമ്പ് ആവർത്തിക്കുമോ എന്നുള്ളത് അറിയില്ല. എൻ്റെ ആയുസ്സിൽ ഇങ്ങനെ ഒരു നിഅമത്ത് വന്നതായി എൻ്റെ ഓർമ്മയിലില്ല. ഒരു തൗഫീഖ് വരികയാണ്. ചിലപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ഖാദിമാരുടെ അഭിപ്രായ വ്യത്യാസം കാരണവും ചില നിഅമത്തുകൾ തടഞ്ഞു പോകും. അത് ആ ജനതയുടെ മേലുള്ള ആ നിഅമത്തിൻ്റെ തടയലായിരിക്കും. ഇതിന് പൂർവമായ നിഅമത്താണ് ഒരു ഇത്തിഫാഖിലുള്ള ഒരു നിഅമത്ത്. ഒരു ഖാദിക്കും ഈ വിഷയത്തിൽ ഇന്ന് റബീഉൽ അവ്വൽ 12 എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഖാദിക്കും അങ്ങനെ തർക്കമില്ല. ഇങ്ങനെ ഒരു അവസരം ഇതൊരവസരവുമാണ്. കാരണം ലോകാവസാനത്തിന് മുമ്പ് ചിലപ്പോൾ അവസരങ്ങളുണ്ടാവും. ഒരവസരമാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ ഏതർത്ഥത്തിൽ എടുക്കും എന്നത് എനിക്കറിയില്ല. പക്ഷെ അത് വളരെ വലിയൊരു വാക്കാണ് ഞാനീ പറഞ്ഞത്. നിങ്ങളതെങ്ങനെ മനസ്സിലാക്കിയാലും നല്ലപോലെ മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്കത് നല്ലതാണ്. ഈ കഴിഞ്ഞ രാത്രിയിലോ ഈ പകലിലോ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന് കോടാനക്കോടി സ്വലാത്തിൻ്റെ ഫضലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഇതൊരു ഇത്തിഫാഖാണ്. ഇങ്ങനൊരു അവസരം ഉണ്ടാകാറില്ല. എൻ്റെ ആയുസ്സിൽ ഇല്ല. ഒരു ഇത്തിഫാഖ് എല്ലാവരും യോജിച്ചിരിക്കുകയാണ്. എന്താണ് യോജിച്ചത്? ഇന്ന് റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച പകലാണ്. ദീന് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തഅലീമു മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റുഅയത്തു ശഖ്സിയത്തി മുഹമ്മദിൻ. മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ കാണുന്നതിനാണ് ദീൻ എന്ന് പറയാം. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വവുമാണ്. തഹയ്യറത്തിൽ അഫ്കാറു ഫി വസ്ഫി മഅനാഹു. നബിയെ പഠിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ. അത് കഴിയുകയുമില്ല. ഒരിക്കലും ഇമ്പോസിബിൾ. കഴിയുകയില്ല. നബിയെക്കുറിച്ച് നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾക്ക് അറിവില്ലായ്മയാണ് ഉണ്ടാക്കുക. അറിവില്ലായ്മ ഉണ്ടാവും. അറിവല്ല ഉണ്ടാകുക. നബിയെ പഠിക്കുമ്പോൾ അറിവല്ല ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുമ്പോൾ അറിവല്ല ഉണ്ടാകുക, അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ ഉണ്ടാകും. എന്തുകൊണ്ട്? നമ്മൾ അറിവും തോറും നമുക്ക് അറിവില്ലായ്മ വരും. അത് ഞാൻ മനസ്സിലാക്കിയ തെറ്റാണെന്ന് മനസ്സിലാവും. കുല്ലുമൻ ഫിൽ കൗനി ഹാമു ഫികയാബാഹിൽ ജബീൻ. അങ്ങയെക്കുറിച്ച് എല്ലാവരും പരിഭ്രമിച്ചിട്ട് ആർക്കും അങ്ങയെ മനസ്സിലാവില്ല. ഒരിക്കലും മനസ്സിലാവില്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഒരൊറ്റ വട്ടമാണ് അഹമ്മദി എന്ന വാക്ക് ഖുർആൻ കൊണ്ടുവന്നത്. ഒറ്റ വട്ടം. രണ്ടാമത്തെ വട്ടമില്ല. ഒറ്റ വട്ടം. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ഇസ്മുണ്ട് എന്ന് ലോകത്തെ അറിയിക്കൽ മാത്രമാണ് അവിടെ. എന്തുകൊണ്ട്? അത് ആവർത്തിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഫതഹല്ലാഹു ബാബൽ അഹ്മദിയ്യ ഹത്താ ലിൽ അംബിയ. നബിമാർക്ക് പോലും അഹമ്മദിയത്തിൻ്റെ വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുത്തിട്ടില്ല. അറിയൂല. അത് സിറും ബൈന അല്ലാഹി വ ബൈന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇടയിലുള്ള രഹസ്യമാണ് അഹമ്മദിയത്ത്. അതറിയേയില്ല. മുഹമ്മദിയത്ത് ഒരാൾ അറിഞ്ഞാൽ അയാൾ വലിയാണ്. അതിൻ്റെ വാതിൽ തുറന്നു കിട്ടിയ വിലായത്താണ്. അഹമ്മദ് എന്ന വാതിൽ ഒരാൾക്കും തുറക്കൂല, തുറക്കേയില്ല. അത് സിറും ബൈനല്ലാഹി വ ബൈന അബ്ദിഹി മുഹമ്മദ്.
രഹസ്യമാണ് അത്, അത്രയും വലിയ രഹസ്യം. ഈ ലോകം മുഴുവനും ഒരു 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 നബിയുടെ പിന്നാലെ അങ്ങോട്ട് നിന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ഖൽഖ്, ആ ഖൽഖിന്റെ പിന്നാലെ എല്ലാവരും നിന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജബഹത്തിൽ അള്ളാഹു അത് കൊടുത്തു. ആ ജബഹത്ത് കണ്ടപ്പോഴാണ് മലക്കുകൾ സുജൂദിൽ വീണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു തൗഫീഖാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ മുഹമ്മദിയ നൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്ക്, നിങ്ങളെല്ലാവരും ഇന്ന് ചിന്തിക്കണം, ഇതൊരു ലോകാത്ഭുത ദിവസമാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് ഇന്നൊരു ലോകാത്ഭുതം തന്നെയാണ്. സാധാരണയായി മനസ്സിലാക്കേ ചെയ്യരുത്, ഒരിക്കലും സാധാരണയില്ല. അപ്പൊ അതിന് അവസരമാണ്. ഇനി ലോകാവസാനത്തിന് മുമ്പ് ഇങ്ങനെ ദിവസം ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. വളരെ ഹബീറായ ആളുകൾ ഈ സമയത്തിനുള്ളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ വളരെ ഹബീറായ ചില ആളുകളോട് ഇതൊരു അത്ഭുതമല്ലേ, ഈ അത്ഭുതത്തെക്കുറിച്ച് എന്താണ്? അപ്പോൾ വളരെ ഹബീറായ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ലോകാവസാനത്തിന് മുമ്പ് ഇങ്ങനെ ഒരു രാത്രി കിട്ടുമോ എന്ന് പോലും സംശയമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളത് എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം എന്താ അള്ളാഹുക്ക് ശുക്ർ ചെയ്യണം. നമുക്ക് ഇന്നലെ രാത്രി ദുആ ചെയ്യാൻ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാ. ഒരു അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതിനപ്പുറം ഒന്നുമില്ല, മുഹമ്മദിയത്തിനപ്പുറം ഒന്നുമില്ല, ഒന്നുമില്ല. ആകെ ദീൻ മുഹമ്മദിയത്താണ്, ആകെ ആകെ. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ശഖ്സിയത്ത് മുഹമ്മദ് എന്നത് വിശദീകരിച്ചതാ ഖുർആൻ, അത്രയേ ഉള്ളൂ. അതാണ് ഖുർആൻ. അതിൽ ഓരോ വരിയിലും മുഹമ്മദ് എന്ന ആളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിട്ടു, അത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വിശദീകരിച്ചതാണ്. അല്ലാഹുവിന്റെ രഹസ്യമാണ്. പിന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇബ്രാഹിം നിയാസിൽ കൗലഹി തങ്ങളുടെ വാക്കാണ്. രഹസ്യം, രഹസ്യത്തിലൂടെ രഹസ്യത്തിന്റെ നേർക്ക് നടന്ന രാത്രി, അതാണ് മെഹറാജ്. ദുനിയാവിലെ ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ നേരത്താണ് തിരിച്ചു വന്നത്. അതല്ല അത്ഭുതം. അത് മനസ്സിലാക്കാനേ കഴിയില്ല. എങ്ങനെ മനസ്സിലാവും? ദുന്യവിയായ ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ നേരം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന് വേറെ അവിടെ പോയില്ലല്ലോ, ഒരു പോയില്ലല്ലോ, വേറാരും അവിടെ പോയില്ല, വേറെ ആർക്കും അവിടെ പോകാനുള്ള ധൈര്യവും ഉണ്ടായില്ല, ആരും പോയില്ല. ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്ക് എന്താണ്? അതിവിടെയും കാണുന്നുണ്ട് ഒരു വാക്ക്, അത് ഭയങ്കര. التالي بحر النور جبريل وقف في شطه رعبا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوما صلوا عليه وسلموا تسليما. التالي بحر النور, ആകാശഗംഗക്കും അപ്പുറത്ത് ബഹറുന്നൂർ എന്നൊരു ഏരിയയുണ്ട്. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ വഖഫ്, ജിബ്രീൽ അവിടെ നിന്നു. ഫീഷത്തി, ആ നൂറിന്റെ ബഹറിന്റെ കരയിൽ. التالي بحر النور, ഇത് ഉമർ ഖാദി എഴുതിയതാണ്, തർക്കല്ല. ഉമർ ഖാദിയുടെ എഴുത്താണ്. ഉമർ ഖാദി നമുക്ക് തള്ളാൻ പറ്റുമോ? ആരാ തള്ളുക? التالي بحر النور جبريل وقف, ബഹ്റുന്നൂറിലെത്തിയപ്പോൾ ജിബ്രീൽ നിന്നുപോയി. ഫിഷത്തി, ആ ബഹ്റുന്നൂറിന്റെ കരയിൽ റൂബൻ, പേടിച്ചിട്ട്. ഫവദ്ദ, എന്നിട്ട് യാത്രാമംഗളം. വഹതഫ്, മെല്ലെ പറഞ്ഞു. ദഅനി, എന്നെ ഒന്ന് വിട്ടേക്കുമോ? തഖദ്ദം, നിങ്ങൾക്ക് പോകാം. ലാ തഖഫ്, നിങ്ങൾക്ക് പേടിയില്ല, എനിക്ക് പറ്റൂല. ഈ ഭാഗത്ത് സ്വഹീഹുൽ ബുഖാരി കൊടുത്തത് അഹ്തരിക്കു കമാ തഹ്തരിക്കു ഷഅറത്തുല്ലതി ഉൽഖിയത് ഫിന്നാർ.
ഞാനിനി ഒരടി മുന്നോട്ട് വെച്ചാൽ അഗ്നിയിലിട്ട രോമം എങ്ങനെ കരിഞ്ഞു പോകുമോ അങ്ങനെ കരിഞ്ഞു പോകും, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. ആര് പറഞ്ഞത്? സയ്യിദുനാ ജിബ്രീൽ. അപ്പോഴാണ് നമ്മൾ അല്ലാഹു ഖാദിമുഹു അല്ലാഹു ആസിമുഹു ജിബ്രീലു ഖാദിമു എന്ന വാക്കിന്റെ വില അറിയാം. ജിബ്രീൽ നബിയുടെ സെർവന്റാ, അനങ്ങാൻ പറ്റൂല. എനിക്ക് ഉമർ ഖാദി പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. نور جبريل وقف في شطه رعبا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. എനിക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. ഇബ്രാഹിം നിയാസ് തങ്ങളുടെ ഇക്സിർ സഅദാത്തിൽ ഒരു വരി കഴിഞ്ഞ ആഴ്ച ഞാനത് വിശദീകരിച്ചിട്ട് പൂതിയില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി فيا لك من مرأى هناك ومسمعي هواه حبيب الله والرسل ما أوتوا فأين أطوى من ذا وأين كليمه وأين الذين جاء ومسجده الحوت. അന്നങ്ങ് ലാഹൂത്തി പള്ളിയിൽ പോയി കീറി മുറിച്ചാണ് പോയി. ആകാശഗംഗയെ കീറി മുറിച്ച് അങ്ങ് ലാഹൂത്തി പള്ളിയിൽ പോയി. ആ പള്ളി ചെന്നപ്പോ എന്താ അവസ്ഥ? فيا لك من مرأى هناك ومسمعي هواه رسول الله هواه حبيب الله والرسل ما أوتوا. എന്തൊക്കെയാണ് ആ രാത്രി അങ്ങ് കണ്ടത്? എന്തൊക്കെയാണ് ആ രാത്രി അങ്ങ് അവിടെ കേട്ടത്? അതെല്ലാം അങ്ങ് ഉള്ളിൽ വെച്ചു. ഒരു മുർസലിനും അള്ളാഹു ആ അവസ്ഥ നൽകിയിട്ടില്ല. ഒന്നാം ആകാശത്ത് കയറിയിട്ടുണ്ട് സയ്യിദ്നാ ഈസ, കഴിഞ്ഞു, അവിടെ നിന്നു, അപ്പുറത്തേക്കില്ല. فيا لك من مرأى هناك ومسمعي هواه حبيب الله والرسل ما أوتوا فأين أطوى. അള്ളാഹുവോട് സംസാരിച്ചത് ലാഹൂത്തി ലോകത്ത് പോയിട്ടാണ്. ഫൈന തുവ എന്നിരിക്കുമ്പോൾ എന്താണ് തുവ? മിന്ത ഇതിലേക്ക് ഈ ആളിലേക്ക് ചേർത്തി നോക്കിയാൽ ഫൈന കലീമുഹു, തുവയിൽ വെച്ച് അള്ളാഹുവോട് സംസാരിച്ച മൂസാ നബി എവിടെ കിടക്കുന്നു? وأين الذين جاء ومسجده الحوت. وأين الذي എവിടെ കിടക്കുന്നടോ? യൂനുസ്. മസ്ജിദുഹു, യൂനിസ് സുജൂദ് ചെയ്തത് അൽ ഹൂതു, മത്സ്യത്തിന്റെ വയറ്റിലല്ലേ? ഈ ഏറെ പോയാൽ യൂനിസിന്റെ അലൈഹിസ്സലാം നെറ്റി വെച്ചത് മത്സ്യത്തിന്റെ വയറ്റില. മൂസാ നബിയുടേതോ ആ ആടും കന്നും മേയുന്ന തുവ മലച്ചിരിവില. ഇത് ലാഹൂത്തിലാണ്. അതെവിടെയാണെന്ന് ജിബ്രീലിന് പോലും അറിയില്ല. സയ്യിദുനാ ജിബ്രീൽ റുഅബൻ, പേടിയാണ്. بحر نور جبريل وقف في شطه رهبا في شطه رعبا فودع وهتف. പേടിച്ചിട്ട് അവിടെ നിന്നുപോയി സയ്യിദുനാ ജിബ്രീൽ. പറഞ്ഞൊരു വാക്ക് ബുഖാരിയിലുണ്ട്. ഇനി ഞാൻ മുന്നോട്ട് പോയാൽ അഹ്തരിഖു കമാ തഹ്തരിഖു ശഅറത്തുല്ലതി ഉൽഖിയത് ഫിന്നാർ. അഗ്നിയിലിട്ട രോമം കരിയും പോലെ ജിബ്രീൽ എന്ന ഞാൻ കരിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനിയില്ല എന്ന് ജിബ്രീൽ പറഞ്ഞു അലൈഹിസ്സലാം. അപ്പൊ ഈ ആളാരാ? ഒരു അൽഹംദുലില്ലാ എന്ന് പറയാൻ അങ്ങനെ ഒരു നബി അല്ലാഹു നമുക്ക് തന്നില്ലേ? നമുക്കതിൻ്റെ വില അറിയൂല.
എല്ലാ ദിവസവും റബീഉൽ അവ്വൽ 12 ആകാൻ കൊതിച്ചു മുഅ്മിനീങ്ങൾ. ഇതൊരു ഭാഗ്യല്ലേ മുഅ്മിനീങ്ങൾ? അതൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാഹ് പുണ്യ റസൂൽ മുസ്തഫ ലൗ കാന മൂസ വഈസ ഹയ്യൈൻ ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ. ഇന്ന് മൂസായും ഈസായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഇല്ല, എൻ്റെ പിന്നാലെ നടക്കാൻ മൂസായും ഈസായും തയ്യാറായില്ലെങ്കിലോ ലഅകബ്ബഹുമുല്ലാഹു ഫിന്നാർ, അവർ രണ്ടാളെയും അയാൾ അല്ലാഹു തആല അഗ്നിയിലേക്ക് വലിച്ചെറിയും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഹമ്മദ് ആരായത്? ലൗ കാന മൂസ വഈസ ഹയ്യൈൻ ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ വഇല്ലാ ലഅകബ്ബഹുമുല്ലാഹു ഫിന്നാർ. അതാണ് മുഹമ്മദ് മുസ്തഫ. ഖുർആനാകെ തപ്പി നോക്കിയാൽ യാ മുഹമ്മദ് എന്നൊരു വാക്ക് ഖുർആനിലില്ല. ഇല്ലെന്നെ യാ മൂസ എന്നുണ്ട്, എത്ര 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 എത്ര. യാ ഇബ്രാഹിം എന്നുണ്ട്, എത്ര സ്ഥലത്ത് എത്ര സ്ഥലത്ത്. യാ മൂസ യാ മൂസ മാ തിൽക ബിയമീനിക യാ മൂസ, എന്താ മൂസ നിന്റെ കയ്യിൽ? قال هي عصاي أتوكأ بها وأهش بها على غنمي ولي فيها مآرب أخرى. യാ ആദം എന്ന ഖുർആനിലുണ്ട്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നീയും നിന്റെ ഭാര്യയും സുഖത്തിൽ താമസിച്ചു. യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഖദ് സദ്ദഖത റൂഇയ, സ്വപ്നം താങ്കൾ സാക്ഷാത്കരിച്ചു. യാ ഇബ്രാഹിം ഖുർആനിലുണ്ട്. യാ മൂസ എന്നുണ്ട്, യാ ആദം എന്നുണ്ട്. യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക, യാ ഈസ എന്നുണ്ട്. യാ മൂസ എന്നുണ്ട്, യാ ഇബ്രാഹിം എന്നുണ്ട്, യാ ആദം എന്നുണ്ട്. യാ നൂഹ് എന്നുണ്ട്. ഖുൽനാ യാ നൂഹ് യാ നൂഹ് യാ നൂഹ് قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. ജാഹിലുകളെ പോലെ എന്നോട് സംസാരിക്കരുതെന്ന് നോഹ് നബിയോട് പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്. മിണ്ടിപ്പോരുത് എന്നോട്, മിണ്ടരുത് നൂഹ്, മിണ്ടിപ്പോരുത്. قال يا نوح إنه ليس من أهلك إنه عمل غير صالح. نوح നിന്റെ മകൻ കൻആൻ ഉണ്ടല്ലോ, നല്ലോനല്ല. فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. نوح നിന്റെ മകൻ നല്ലോനല്ല, മിണ്ടണ്ട. ഇന്നി അഅ്ളുക അൻ തകൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ പോലെ നീ സംസാരിക്കരുത്, മിണ്ടിപ്പോകരുത്. യാ നൂഹ് ഖുർആനിലുണ്ട്, യാ മുഹമ്മദ് എന്നൊരു വാക്ക് ഖുർആനിലില്ല. എന്താണ് പറയുന്നത്? യാ മുഹമ്മദ് എന്നൊരു വാക്ക് ഖുർആനിൽ ഇല്ല. മുഹമ്മദ് നബിയേക്കാൾ ശബ്ദം ഉയർത്തിയാൽ കാഫിറാകുമെന്ന് ഖുർആനിലുണ്ട്. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. لا ترفعوا أصواتكم فوق صوت النبي, മേലാൽ മുഹമ്മദ് എന്ന ആളെ ശബ്ദത്തെക്കാൾ കൂടുതൽ ശബ്ദം ഉയർത്താൻ പാടില്ല. അങ്ങനെ ഉയർത്തിയാലോ അന്തഹബത അഅ്മാലുക്കും, നിങ്ങൾ അമലുകളെല്ലാം പൊളിയും. അമലുകൾ പൊളിയാ എപ്പോഴാണ്? ഒരാൾ അമൽ എപ്പോഴാണ് പൊളിയാ? അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതെന്താ സംഭവിച്ചത്? ഒരു 10 മിനിറ്റ് നടന്ന സംഭവം. അത് ഒരു സംഘം ആളുകൾ നബിയുടെ വീട്ടിൽ വന്ന് യാ മുഹമ്മദ് ഉഖ്റുജു ഇലൈന, മുഹമ്മദെ പുറത്തു വാന്ന് പറഞ്ഞുപോയി. മുസ്ലിം, ഞങ്ങൾ മുസ്ലിമാകാൻ വന്നതാ, മുഹമ്മദെ പുറത്തു വാന്ന് പറഞ്ഞുപോയി. തല്ലുണ്ടാക്കാൻ വന്നതല്ല, അവരെന്തിനു വന്നതാണ്? മുസ്ലിമാകാൻ വന്നതാണ്. നബി വീട്ടിനുള്ളിലാണ്. മുഹമ്മദ് പുറത്തു വാന്ന് പറഞ്ഞുപോയി. അപ്പോൾ എത്ര ആയത്താൻ പിന്നെ വന്നതെന്നറിയോ? إن
ഒരായത്ത് ഞാൻ പറഞ്ഞില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, മേലാൽ ശബ്ദം ഉയർത്തരുത്. അടുത്ത ആയത്ത്, ഇന്നല്ലദീന യഗ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. മുഹമ്മദ് എന്ന മനുഷ്യന്റെ മുന്നിൽ ശബ്ദം താഴ്ത്തുന്നത് മുത്തഖീങ്ങളുടെ പതിവാണ്. മുത്തഖീങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ? അടുത്തായത് എന്താ? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. വീട്ടിന്റെ പുറത്ത് വന്നിട്ട്, വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് നിങ്ങളെ പേര് വിളിച്ച് ബഹളം വെക്കുന്നവരില്ലേ, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിപക്ഷത്തിനും ബുദ്ധിയില്ല. അവർക്ക്. നിങ്ങൾ എന്താ ഖുർആനെ മനസ്സിലാക്കുക? ഹംസ് എന്ന 3 അക്ഷരം ഖുർആനിൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞാൽ ചേകനൂരുണ്ടാവില്ല. ഖുർആനിൽ ഹംസ് എന്ന വാക്ക് നിസ്കാരത്തെ പറ്റി പറയാത്തത് കൊണ്ടാണ് ചേകനൂർ എന്ത് പറഞ്ഞത്? 3 വക്തേ ഉള്ളൂ പറഞ്ഞത്. ആ ഖുർആനാണ് എന്ത് ചെയ്യണത്? ഒരു സംഘം ആളുകൾ നബിയുടെ വീട്ടുമുറ്റത്ത് വന്ന് ശബ്ദിച്ചു എന്ന കാരണത്താൽ എത്ര ആയത്താ? ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. ولو أنهم صبروا, അവർ ക്ഷമിച്ചു നിന്നിരുന്നുവെങ്കിൽ ഹത്താ തഖ്റുജ ഇലൈഹിം, തങ്ങൾ സ്വമേധയാ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് വരെയും, അങ്ങ് പുറത്തിറങ്ങി ചെല്ലുന്നത് വരെ അവർ ക്ഷമിച്ചു നിന്നിരുന്നുവെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അവർക്ക് എത്ര ഖൈറായിരുന്നു അത്. ആരായി ഇത് പറയുന്നത്? അല്ലാഹു ഗഫൂർ റഹീം. അങ്ങയുടെ വീട്ടിൻ്റെ മുറ്റത്തിൽ ബഹളം വെച്ച ആളുകളോട് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അള്ളാഹു പൊറുത്തിട്ടുണ്ട്. എത്ര ആയത്താണ്! ഒരു 10 മിനിറ്റ് നടന്നൊരു സംഭവം ഇത്. മനസ്സിലായില്ല. അറാബികളായ കുറച്ച് ആളുകൾ വന്നിട്ട് മുസ്ലിം ആകാൻ വേണ്ടി ബഹളം വെച്ചു എന്ന സംഭവത്തിൽ മാത്രം. അത് കഴിഞ്ഞു നബി വഫാത്തായി. എത്ര കൊല്ലായി? ഇപ്പോഴും ആയത്ത് അവിടെ തന്നെയാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതായത് എന്തിനാണിത് പിന്നീടുള്ള ജനങ്ങളോട് പറയുന്നത്? നബിയെ മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ നബി ഇല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയോ? ഇന്ന് നബി ഇല്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ബഹളം വെക്കലും ഇല്ലല്ലോ. പക്ഷെ ആയത്തോടെ കിടക്കുന്നുണ്ട്. ചിന്തിക്ക് എത്താണ് അതിൻ്റെ ആഴം? ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. اصبر بجل الله محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما ابدا فوق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم وكلهم من رسول لله ملتمس غرفا من البحر أو رشفا من الديم. എന്താണ് പറഞ്ഞത്? കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഉർഫ മിനൽ ബഹർ. മുഹമ്മദ് എന്ന നിറഞ്ഞു നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ ബഹറിനോട് എല്ലാ നബിമാരും ചോദിച്ചു, ഒരു കൈക്കുമ്പിൾ ഞങ്ങൾ മുക്കിക്കോട്ടെ. അവരുടെ കയ്യിൽ ഒരു വിവരമില്ല മുഹമ്മദ് എന്ന ബഹറിൽ നിന്ന് കിട്ടിയതല്ലാതെ. കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഉർഫ മിനൽ ബഹരി ഔ റശ്വ മിനദ്ദിയമി. റശ്വ മിനദ്ദിയമി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന മാനത്ത് നിന്ന് മഴ പെയ്തപ്പോൾ, ചാറ്റൽ മഴ പെയ്തപ്പോൾ അമ്പിയാക്കൾ ചോദിച്ചു, ഞങ്ങൾ ചുണ്ടുകൊണ്ടെങ്കിലും അല്പം ഈമ്പിയിട്ട് കുറച്ച് വിവരം നേടിക്കോട്ടെ. റശ്വ് എന്ന് പറഞ്ഞാൽ അൽ മസ്ബിഷഫത്തൈനി, ചുണ്ടുകൊണ്ട്
മിനദ്യമി, ദീമത്തിൻ്റെ ബഹുവചന. ദീമത്ത് ചാറ്റൽ മഴ, ദിയമ് ചാറ്റൽ മഴകൾ. അപ്പോൾ മുഹമ്മദിൻ്റെ മാനത്ത് നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്തപ്പോൾ ചുണ്ടുകൊണ്ട് ഇങ്ങനെ കുടിച്ചവർ മാത്രമാണ് എല്ലാ നബിമാരും. അത്രേ അവർക്കുള്ളൂ, അത്രേ അവർക്ക് വിവരമുള്ളൂ. ഇതൊക്കെ ഒരു 600-800 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് നന്നായി. ഇന്നാണെങ്കിൽ നമ്മൾ പറയും അതൊക്കെ കുറച്ച് കയറി. ഇപ്പം നമ്മൾ കുടുങ്ങി സുന്നികൾ. കാരണം ഇത് വിശ്വസിക്കാനും നമുക്ക് വയ്യ. നമ്മൾ പിന്നെ പൗതി വഹാബി ആയതുകൊണ്ട് നമുക്ക് ഇത് വിശ്വസിക്കാനും വയ്യ. എന്നാൽ അപ്പം നമ്മളെ തീറ്റയും കൂടിയൊക്കെ ഈ സുന്നിയായി നടക്കുന്നത് കൊണ്ടാണ് നടന്നു പോണത്. അതുകൊണ്ട് ഇതിനെ എതിർക്കാനും വയ്യ. സുന്നിക ആയതുകൊണ്ടാണല്ലോ മൂല്യന്മാരെ തീറ്റയും കൂടി നടക്കണം. ഇല്ലെങ്കിൽ ഇപ്പം ഈ തീറ്റയും കൂടി കിടക്കൂലല്ലോ. നമ്മളെ പെണ്ണുങ്ങളെ പ്രസവം കൂടിയൊക്കെ നടക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പം അത് നമുക്ക് തള്ളാൻ വയ്യ, എന്നാൽ നമുക്കത് കൊള്ളാനും വയ്യ. അവരൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു. وكلهم من رسول لله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. അവർക്ക് വിജ്ഞാനത്തിൻ്റെ ഒരു പൊട്ട് മാത്രം കിട്ടിയ ഒരു ഡോട്ട്. നുഖ്തത്തിൽ ഇൽം, ഒരു ഡോട്ട്. അമ്പിയാക്കൾക്കൊക്കെ കിട്ടിയത് വിജ്ഞാനത്തിൻ്റെ ഒരു ഡോട്ടാണ്. മുഹമ്മദീയ വിജ്ഞാനത്തിൻ്റെ ഒരു ഡോട്ടാണ് അവർക്ക് കിട്ടിയത്. ഔഷ് മിൻ ശക്കിലത്തിൽ ഹിക്കമി, ഒരു കോലം ഉള്ളിലൊന്നുമില്ല, അവരെ ഉള്ളിലൊന്നൊന്നുമില്ല. هو الذي تمم نحو صورته ثم اصطفاه حبيبا بريء النسم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ആയത്ത് ഓതിത്തരാം. സൂറത്ത് ഇബ്രാഹിമിൽ 5-ാമത്തെ ആയത്ത്. ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് ഓതിത്തരാം. മൊബൈലൊക്കെ സൈലൻ്റ് ഒക്കെ അല്ലെങ്കിൽ ഓഫാക്കി ഒരൊറ്റ ആയത്ത് ഓതിത്തരാം ഞാൻ നിങ്ങൾക്കിന്ന്. അത് നിങ്ങൾക്ക് മതിയാവും, ചിന്തിക്കാൻ അത് മതിയാവും. ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. നോക്ക്, ഞാൻ ഓതിയത് അങ്ങനെ തന്നെയല്ലേ. നോക്ക്, സൂറത്ത് ഇബ്രാഹിം 5-ാമത്തെ ആയത്ത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. നിങ്ങളെ തുമഇന്നിനത്തിന് വിഡ്ഢികളുടെ പ്രസംഗം കേട്ട് നടക്കരുത്. എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എൻ്റെ പ്രസംഗം കേൾക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക. അയാൾ ശരിയില്ല, എന്നിട്ട് വേറെ ആരെങ്കിലും കേട്ടോളി. എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എൻ്റെ പ്രസംഗം കേൾക്കണം. മതിയോ? മതി, മതിയില്ലേ? അപ്പുറത്ത് പോയിക്കോ, പിന്നെ അങ്ങോട്ട് വരണ്ട. ഒറ്റൊന്ന് ഒരുത്തനെ പിടിച്ചാൽ കയറ്റനെ പിടിക്കുക. ഇനി അതിൽ വർത്താനല്ലേ. രാവും പകലുള്ള പ്രസംഗം ഇവിടെ കൊണ്ട് കേൾക്കണ്ടായിരുന്നു കയറില്ല. ഒന്ന് നല്ലോണം ചിന്തിക്കണം. ഞാൻ പറഞ്ഞു കറക്റ്റ് അല്ലേ മോനെ? ഒന്നുകൂടി ഞാൻ ഓതുകയാണ്, ഞാൻ നോക്കേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا موسى بآياتنا نخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. بسم الله الرحمن الرحيم. ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله وذكرهم بأيام الله وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. ولقد أرسلنا തീർച്ചയായും നാം അയച്ചു
മൂസായെ അയച്ചു ബിആയാതിന, നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് മൂസായെ അയച്ചു അലൈഹിസ്സലാം. എന്നിട്ട് മൂസയോട് നാം കൽപ്പിച്ചു അലൈഹിസ്സലാം. എന്താ കൽപ്പിച്ചത്? അനഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ, അനഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ, അനഖ്രിജ് ഖൗമക, താങ്കളുടെ ജനതയെ താങ്കൾ പുറത്തു കൊണ്ടുവരണം, മിനൽ ളുലുമാതി, അവരകപ്പെട്ടു നിൽക്കുന്ന ഘനാന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, ഇലൻ നൂർ, വെളിച്ചത്തിലേക്ക്. അവരെ അകപ്പെട്ട ഘനാന്ധകാരങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. എങ്ങോട്ട് കൊണ്ടുവരണം? ഇലന്നൂരി, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. എന്താണ് അതിന്റെ ടൂള്? അന്ധതയിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയെ താങ്കൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ഒരു ടൂള്, അയ്യാമില്ല, അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എന്നാൽ അവർ മെല്ലെ മെല്ലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. അള്ളാഹുവിന്റെ വിശേഷ ദിവസങ്ങളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഓഹോ, അപ്പൊ അള്ളാഹുവിന് വിശേഷ ദിവസം രണ്ടല്ല. വഹാബികൾ പറയണത് 2 പെരുന്നാളേ ഉള്ളൂ. അയ്യാം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 3 വേണം. നീ 300, 400, 500 ആണെങ്കിലും അയ്യാമെന്ന് തന്നെ പറയാം. വഹാബികൾ പറയണത് 2 പെരുന്നാളേ ഉള്ളൂ. ഒന്ന് ചെറിയ പെരുന്നാൾ, അത് തടിയുടെ പെരുന്നാളാടാ. ഞാൻ എൻ്റെ ബാക്കി പറഞ്ഞ പിന്നെ ഞാൻ നിലമ്പോ ഒരു ഭാഷയിൽ പറയും. നിർത്തികൾ കുറെ. ഞങ്ങൾ കർഷകരെ ഭാഷ എപ്പോഴും ഹാർഡായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ നാഗരിക ഭാഷ ഒന്നും അറിയില്ല. ഞാനും എന്തോ ഭാഗ്യക്കേടിന് മൂല്യരായി പോയല്ല. അടിസ്ഥാന കർഷകനാ. ഈ ലീവില് വിത്തിടണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പാടം ഒരു പൂട്ടൽ പൂട്ടി നീ ആഴ്ച വിത്തിടും ഇൻഷാ അല്ലാഹ്. ഒതക്കിരുഹും, ജനങ്ങൾക്ക് താങ്കൾ എന്ത് ചെയ്യണം? ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം. അതിനെന്താ ഉപയോഗപ്പെടുത്തേണ്ടത്? എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് വെളിച്ചത്തേക്ക് വരിക? ഒതക്കിരുഹും, അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അയ്യാമില്ല, അള്ളാഹുവിൻ്റെ വിശേഷ ദിവസങ്ങളെ കൊണ്ട്. അള്ളാഹുവിന്റെ വിശേഷ ദിവസങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ലിക്കുല്ലി സബ്ബാരിൻ, എല്ലാ ക്ഷമിക്കുന്നവർക്കും, ഷക്കൂരിൻ, നന്ദി ചെയ്യുന്നവർക്കും. 2 സിഫത്താണ് അവിടെ. ഒന്ന് സബ്ബാര്, ഒന്ന് സബ്ബാർ, ഒന്ന് ഷക്കൂർ. അള്ളാഹുവിന് വിശേഷ ദിവസങ്ങൾ 2ആണ്. ഒന്ന് അള്ളാഹുവിൻ്റെ അദാബ് സംഭവിച്ച ദിവസങ്ങൾ, 2 അള്ളാഹുവിൻ്റെ നിഅമത്തിറങ്ങിയ ദിവസങ്ങൾ. അത് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മതി. അൽ ഈമാനു നിസ്ഫാനി, നിസ്ഫുൻ സബ്റുൻ വനിസ്ഫുൻ ശുക്റുൻ. ഈമാൻ 2 പകുതിയാണ്. അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ 2 പകുതിയാണ്. നിസ്ഫുൻ സബ്റുൻ, പകുതി ക്ഷമയാണ്. വനിസ്ഫുൻ ശുക്റുൻ, പകുതി നന്ദിയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ദിവസങ്ങളെ കൊടുത്താൽ അവർ ക്ഷമിക്കാൻ തയ്യാറാവും. തിന്മകളിൽ നിന്ന് ക്ഷമിക്കും, വ്യഭിചരിക്കുന്നതിന് ക്ഷമിക്കും. വ്യഭിചരിക്കാനുള്ള ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. പക്ഷെ അവർ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ, അവർ ആൺകുട്ടികളെ പിന്നാലെ ഓടുന്നതിൽ നിന്ന് അവർക്ക് ഓടാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ വിശിഷ്ട ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഏതാണ് വിശിഷ്ട ദിവസം? പകുതി അള്ളാഹിന്റെ അദാബ് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ആൺകുട്ടികളെ പിള്ളേരെ പിന്നാലെ ഓടൂല. എന്തുകൊണ്ട്? അതിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതാവുമ്പോൾ അവരുടെ ലൈംഗികാവയവത്തെ ഒതുക്കി നിർത്താൻ തയ്യാറാവും. വ്യഭിചാരം, മദ്യപാനം ഒക്കെയിൽ തന്നെ. ഏറെ ഷക്കൂർ. എന്താ ഇതിനർത്ഥം? എത്രാം ക്ലാസ്സിലാ? 8. പറ ഷക്കൂർ അർത്ഥം പറ. ധൈര്യമായിട്ട് പറഞ്ഞോ. അതന്നെ, ഏറെ നന്ദി ചെയ്യുന്നവൻ. നന്ദി ചെയ്യുന്നവനല്ല, ഏറെ നന്ദി ചെയ്യുന്നവൻ. ഏറെ നന്ദി ചെയ്യുന്നവൻ. ഷാക്കിർ, നന്ദി ചെയ്യുന്നവൻ. ഷക്കൂർ. ഫഊൽ വസ്നാവുമ്പോ എന്താണ്? സൂപ്പർലേറ്റീവാ. ഏറെ നന്ദി ചെയ്യുന്ന. ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ. ഏറെ ക്ഷമിക്കുന്നവർക്കും ഏറെ നന്ദി ചെയ്യുന്നവർക്കും അതിൽ പാഠമുണ്ട്.
എപ്പോഴാണ് നന്ദി ചെയ്യുക? അള്ളാഹിന്റെ നിഅമത്ത് ഇറങ്ങിയ ദിവസത്തെ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അവർ നന്ദിയും. ഒന്നും കൂടി ഓതിക്കളി. ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ദിവസവും ഇറങ്ങി ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ജനങ്ങൾ ക്ഷമിച്ച് ഹലാലിൽ ഒതുങ്ങി നിൽക്കും. അള്ളാഹുവിൻ്റെ നിഅമത്തിനെ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അവർ നന്ദി ചെയ്ത് അള്ളാഹുവിൻ്റെ അടുത്ത ആളായി മാറും. മനസ്സിലായില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇസ്രായേലിയർക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത് എത്ര ചെറുതാണ്. എന്നിട്ടും ആ വിശിഷ്ട ദിവസത്തെ ഓർമ്മിക്കാൻ അള്ളാഹു പറഞ്ഞു. എന്താ അവർക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്തത്? فأنزلنا وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى. ഒരു നിഅമത്ത് മേഘം തണലിട്ടതാണ്. ഒരു നിഅമത്ത് കട്ടിത്തീനും കാടപ്പക്ഷിയും മരുഭൂമിയിൽ ഒഴുകി വന്നതാണ്. ഒരു നിഅമത്ത് 16 കിലോമീറ്ററോളം ചെങ്കടൽ വിളർത്തി കൊടുത്തതാണ്. എന്നാൽ അതെല്ലാം ചെറിയ ചെറിയ നിഅമത്തുകളാണ്. ബിന്നിസ്ബത്തി ഇല നിഅമത്തുൽ കുബ്ര. ഏതാ നിഅമത്തുൽ കുബ്ര? വിഡ്ഢികളെ, നിങ്ങൾ എത്രയാണ് ഇസ്ലാമിൽ നുണ പറഞ്ഞു കൂട്ടിയത്? അള്ളാഹ്ക്ക് 2 വിശേഷ ദിവസമേ ഉള്ളൂ. നിങ്ങൾ എത്ര നുണയാ പറഞ്ഞത്? حسبي ربي جل الله ഒരു മനുഷ്യനാണ് നിഅമത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ലോക ചരിത്രത്തിലുണ്ടോ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ചെരുപ്പിനെ പറ്റി ചർച്ച ചെയ്യാം? എത്ര ഇമാം സുയൂത്തിയുടെ കിതാബിന്റെ പേരാണ് ഖാദിമുൻ നിഅൽ ശരീഫ. ഇമാം തൊറാബൽസിയുടെ കിതാബാണ് റൗളത്തു സ്വഫാ ഫീ വസ്ഫി നിആലിൽ മുസ്തഫ. ഇമാം തൊറാബൽസിയുടെ കിതാബാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ. യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ് മിസാലു നിആലിൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അസാക്കിറുടെ കിതാബാണ് സിഫത്തു നിആലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് അൽ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ് ഫതുഹുൽ മുതആൽ ഫീ വസ്ഫിൻ നിആൽ. ഒക്കെ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ചെരുപ്പിനെ പറ്റിയുള്ള കിതാബുകളാണ്. എത്ര നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് അല്ലാഹുവിന് മാനവ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് മുസ്തഫയാണ്. ഇസ്ലാം പൂർത്തീകരിച്ചിട്ടും മുഹമ്മദ് അവസാനിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്ത് ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63ാമത്തെ വയസ്സിലെ ഹജ്ജ് ചെയ്യുന്ന ഹജ്ജത്തുൽ വദാഇൽ മക്കയിൽ ഇറങ്ങിയ അഥവാ അറഫയിൽ ഇറങ്ങിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അപ്പോൾ സ്വഹാബികൾ എല്ലാവരും ഉറപ്പിച്ചു, ഇനി ആയത്ത് വരൂല. കഴിഞ്ഞു, ആയത്ത് കഴിഞ്ഞു, ഇസ്ലാം പൂർത്തിയായല്ലോ. ഇത് ദുൽഹജ്ജ് 9 63ാമത്തെ വയസ്സിലെ ദുൽഹജ്ജ് 9 ഈ ആയത്ത്. മുഹറം 10 പൊട്ടിച്ചൊരു ആയത്ത് പുറത്തിയായി. ഏതാ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇസ്ലാം പൂർത്തിയായാലും മുഹമ്മദിയത്ത് പൂർത്തിയാവുകയില്ല. മുഹമ്മദിയത്തിനെ ഒരാൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇസ്ലാം പൂർത്തിയായി, ഇസ്ലാമിൽ എന്നാൽ മതവിധികളാ, അത് പൂർത്തിയായി. എന്നാൽ മുഹമ്മദിയത്ത് പൂർത്തിയാവില്ല, പൂർത്തിയാവില്ല. ആ ആയത്തിന്റെ പ്രത്യേകത എന്താ? അത് സിറുൽ ഖുർആൻ, ഖുർആന്റെ രഹസ്യമാണ് ഈ ആയത്ത്. ഒരു മുതൽ കൊണ്ട് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഒരു വട്ടം തോന്നണം ഈ ആയത്ത്, എങ്കിൽ ഫലാ യുസ്റഖു, ആ മുതൽ മോഷ്ടിക്കപ്പെടുകയില്ല. അത് രാവിലെ ഈ ആയത്ത് ഒരാൾ 7 വട്ടം ഓതിയാൽ അന്ന് മഗ്രിബ് വരെ സിഹ്റേൽക്കുകയില്ല. മഗ്രിബിന് അല്ലെങ്കിൽ അസറിന് ശേഷം 7 വട്ടം ഓതിയാൽ അടുത്ത സുബഹി വരെ സിഹ്റോ കണ്ണേറോ ഏൽക്കൂല. ഏതായത് ഇസ്ലാം പൂർത്തീകരിച്ചു വന്ന പിന്നെ ശേഷം വന്ന ആയത്താ. ശ്രദ്ധിക്കണ്ടേ, എഴുതി വെക്കണേ, ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഒരു ഉപകാരത്തിന് വേണ്ടി പറയാണ്. ഇന്ന് സുബഹിക്ക് മുമ്പ് 7 ആയത്ത് ഓതിയ ആളുകളുണ്ടെങ്കിൽ കൈപോക്കാം. അത് ഓതിയിട്ട് സുബഹിന്റെ ഭാഗം കൊടുത്താൽ അത് ഓതിയിരിക്കണം, അല്ലെങ്കിൽ തഹജ്ജുദിന് എണീറ്റാൽ ഓതിയിരിക്കണം. എന്തേ? ആ പകൽ അവസാനിക്കുന്നവരെ സിഹ്റേൽക്കൂല, കണ്ണേറേൽക്കൂല, ഒരു ശൈത്താനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. മങ്കൂസ് മൗലിദിന്റെ 1-ാമത്തെ ഹദീസിൽ ഈ ആയത്തുണ്ട്. എന്തിനാണത്? മഹാന്മാരി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തിനാണ്? ചിലപ്പോൾ ഒരൊറ്റ 1-ാമത്തെ ഹദീസിൽ ആയത്ത് കൊടുത്തു. എന്റെ ആ ആയത്തിൽ ഇജാബത്തുണ്ട്, ആയത്ത് ഓതി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഒരു ഹദീസ് ഓതിയിട്ട് പോകുന്നവർക്കും ഉത്തരം കിട്ടാതിരിക്കേണ്ട. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي ربي جل الله അള്ളാഹുവിൻ്റെ റസൂൽ ദുഃഖിച്ചിരിക്കുന്നു. വഹി മുടങ്ങിപ്പോയപ്പോൾ അപ്പോൾ നബിയെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്ത് മഗ്രിബിന് നേരത്തെ ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ ആ രാത്രി മോഷ്ടാവ് പ്രവേശിക്കൂല. ഒരു കാരണത്താലും ആ വീട്ടുകാർ ദുഃഖിക്കേണ്ടി വരില്ല ആ രാത്രി. ഏതാ സൂറത്ത്? والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى كركي ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇതൊരു വീട്ടിൽ ഒരു സ്ഥാപനത്തിൽ 7 വട്ടം മഗ്രിബിന്റെ നേരത്തെ ഓടിയാൽ, മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ 7 വട്ടം ഓടിയാൽ മോഷ്ടാവിന് ആ രാത്രി ആ വീട്ടുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ദുഃഖവും ആ വീട്ടുകാർക്ക് ഉണ്ടാവില്ല. എന്താ അതിന്റെ തൊട്ടടുത്തായത്? തൊട്ടടുത്ത് തൊട്ടടുത്ത സൂറത്തേതാ? നബിയുടെ നെഞ്ചിന്റെ വലിപ്പത്തരം പറയുന്ന സൂറത്താണ്. പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന ഒരു വിദ്യാർത്ഥി ഇത് 3 വട്ടം ഓതിയാൽ പഠിച്ചത് എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ വട്ടം ഓതിയാൽ മതി, വഴിഞ്ഞിടും. അലം നശ്റഹ് ലക, അങ്ങയുടെ നെഞ്ചിനെ ഞാൻ തുറന്നു തന്നില്ലേ, എന്ത് ഉൾക്കൊള്ളാൻ. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك
ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. എന്ത് പ്രശ്നം ഉണ്ടാവും ആ സൂറത്ത് ഓതിയാൽ മതി, പ്രശ്നം അഴിഞ്ഞിടും. പരീക്ഷ പേടിയുള്ള എല്ലാവരോടും കുട്ടികളോട് ഞാൻ സാധാരണ ഉപദേശിക്കാറുണ്ട്, പരീക്ഷ ഹാളിലേക്ക് കയറും 100 വട്ടം 3 വട്ടം പഠിച്ചത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ. സിഹ്ർ ഏൽക്കൂല. വേറൊരു സൂറത്ത് മുസ്തഫ നബി വരുന്നതിന് സന്തോഷമായിട്ട് ആനക്കൂട്ടത്തെ, ആനയുടെ പട്ടാളത്തെ അള്ളാഹു തആല നശിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഈ സൂറത്ത് ദായിമായി ഓടുന്ന ആളുകൾക്ക് സിഹ്ർ ബാധിക്കുകയില്ല. 169 വട്ടം ദിവസം ഓതിയാൽ ഏത് സിഹ്റും ബാത്തിലാവും. കുറച്ച് സോദനം സിഹ്ർ ബാത്തിലാവും. എന്താ താഴെ സൂറത്ത്? ആ സൂറത്ത് 103 വട്ടം ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ അത് ഓതുന്ന കാലം അത്രയും ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. എൻ്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത വിഷയമാണ് ഇതിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് ഓതിയാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. 103 തവണ അടുക്കളയിൽ ഓതിയാൽ ആ വീട്ടിൽ അത് ഓതുന്ന കാലത്തോളം അടുക്കളയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നും കൂടി ഓട്. എത്ര വട്ടം ഏതോ ഒരാൾ ഓതിയാൽ മതി, ഏതെങ്കിലും ഒരാൾ 103 വട്ടം. ഇലാഫി ഖുറൈശ് رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. വീട്ടിൽ ഓതിയാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. حسبي ربي جل الله ما في قلبي غير الله. നബിക്ക് സമൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു സൂറത്തുണ്ട്. നബിക്ക് സമൃദ്ധി, ദുനിയാവിൻ്റെ സമൃദ്ധി നബിക്ക് വേണ്ട, മക്കളെ സമൃദ്ധി. ഈ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അഹ്ലു ബൈത്തുണ്ട്. അത് പറഞ്ഞ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഒരാൾ 100 തവണ ഒരു ദിവസം ഓതിയാൽ ദരിദ്രം ഉണ്ടാവില്ല. ഏതാ സൂറത്ത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മിയോട് കൂടട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒരു കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ കച്ചവട സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് 100 തവണ ഓതിയാൽ ആ കച്ചവടത്തിന് നഷ്ടം ഉണ്ടാവില്ല. ഒരു നാട്ടുകാർക്കിടയിൽ നീ ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ 100 വട്ടമെങ്കിലും കൗസർ സൂറത്ത് ഓതിയാൽ ആ നാട്ടുകാരിൽ നിന്ന് നിനക്ക് മാനഹാനിയോ നഷ്ടമോ വരില്ല. ഞാൻ ഏത് നാട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുകയാണെങ്കിലും 100 വട്ടം കൗസർ ഓതും. എവിടെ ഫ്ലൈറ്റ് നിർത്തിയാലും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി കൗസർ സൂറത്ത് 100 വട്ടം ഓതും. അവിടുന്ന് മാനഹാനി ഉണ്ടാവില്ല, അവിടുന്ന് നഷ്ടം ഉണ്ടാവില്ല, അവിടുന്ന് നമ്മൾ കുടുങ്ങൂല.
ഒരാൾ മൂത്രിക്കാൻ പോയപ്പോൾ നമ്മൾ ഇത്തിരി ബാഗ് തന്നു, ഒരു ഒരു കിറ്റ് തന്നു, നോക്കട്ടെ അറിയും. പിന്നെ പോലീസ് പിടിക്കായത് നോക്കുമ്പോൾ അതിൽ ബ്രൗൺ ഷുഗർ ആയിരിക്കും. ചതിക്കപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല, കുരുത്തക്കേട് പറ്റൂല. മനസ്സിലായില്ല? ഒരു ദുഃഖ അനുഭവം ആ നാട്ടിൽ നിന്ന് നിനക്ക് ഉണ്ടാവില്ല. ആ നാട്ടിൽ ഇറങ്ങിയാൽ ഉടനെ എന്ത് ചെയ്യുക? 100 വട്ടം കൗസർ ഓതുക. എന്തേ? അത് മുസ്തഫായ റസൂലുള്ളാഹിക്ക് സമൃദ്ധിയുണ്ട് എന്ന് പറഞ്ഞ സൂറത്താണ്. കൗസർ, അങ്ങേക്ക് നാം സമൃദ്ധി നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കേ, മുഹമ്മദ് മുസ്തഫ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തെ കൊണ്ടുവരണം. അതിനെന്താണ് ചെയ്യുക? എങ്ങനെയാണ് പഠിച്ചോനെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ എനിക്കതിന് വഴി അറിയില്ല, എങ്ങനെ ഇപ്പൊ ഞാൻ ആ വെളിച്ചത്തിൽ കൊണ്ടുവരല്? ഞാന് ജനങ്ങളെ ഇരുട്ടുന്ന എങ്ങനെ നബി പഠിച്ചോനെ വെളിച്ചത്തിൽ കൊണ്ടുവരിക? അപ്പോൾ എൻ്റെ നിഅമത്തുകൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അവർ എന്ത് ചെയ്യും? അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോരും. ഈ ആയത്തിറങ്ങിയപ്പം, ഈ സന്ദേശം കിട്ടിയപ്പോൾ, ഈ സന്ദേശം വഹി കിട്ടിയപ്പോൾ മൂസാ നബി ചോദിച്ചു, എനിക്ക് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി അറിയില്ല. അപ്പോൾ പറഞ്ഞു, എന്റെ നിഅമത്ത് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മതി, അവർ വേഗം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഒരു കാര്യം ഉറപ്പാ, മുസ്ലിം സമുദായം ഇന്ന് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടാണ്. എന്തുകൊണ്ട്? മുഹമ്മദിനെ മറന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിഷയം. മുഹമ്മദ് മുസ്തഫാനെ മറന്നു. ഏത് കാലത്ത് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നാവില് സ്വലാത്ത് വെക്കൂല. നാവിൽ ഒരു സെക്കൻഡ് സ്വലാത്ത് വെക്കാത്തൊരു മനുഷ്യൻ ഇന്ദിരാഗാന്ധിയുടെ ചേംബറിലേക്ക് കയറി ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. എന്ത്? ആ മനുഷ്യന് ഒന്നും അറിയില്ല. ഒരു സാധാരണ മനുഷ്യൻ. ബാഫഖി തങ്ങൾ ഒരു സാധാരണ ആളാണ്. ഒരു അരിക്കച്ചവടക്കാരനാണ്. അവനെ അറിയപ്പെട്ട ഒരു ദർസ് നടത്തിയ ആളല്ല, ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഒരറിയപ്പെട്ട ആര്യമല്ല. കുറച്ച് ദർസി കിതാബുകൾ ഓതിയിട്ടുണ്ട്. അത്യാവശ്യം മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ട്. പിന്നെ ബർമയിലേക്ക് കച്ചവടത്തിന് പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ട് വലിയ അങ്ങാടിയിൽ അരിക്കച്ചവടം തുടങ്ങി. ഇതന്നെ ബാഫഖി തങ്ങൾ. ഈ അരിക്കച്ചവടം സാധാരണ കോഴിക്കോട്ട് അരിക്കച്ചവടക്കാരൻ കയറി ചെന്നപ്പോൾ മോത്തിലാലിന്റെ പേരക്കുട്ടിയായ പൗത്രിയായ ഇന്ദിരാഗാന്ധി ജവഹർലാലിന്റെ മുടിച്ചൂടാമന്നയായ മകൾ എണീച്ചുന്നു. എന്തേ? ആ മനുഷ്യന് മുന്നിൽ ഇരിക്കാൻ വരില്ല. എന്താ പണി? സദാസമയവും എണിയണ്ട. സ്വലാത്ത് വെച്ച ഒരു സമയല്ല. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. തിരിച്ചിറങ്ങിപ്പോന്നപ്പോൾ ഇന്ദിരാഗാന്ധി കൂടെ വന്നിട്ട് കാറിന്റെ ഡോർ തുറന്നു. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ PA പറഞ്ഞു, പ്രോട്ടോകോൾ, പ്രൈം മിനിസ്റ്റർ പ്രോട്ടോകോൾ ലംഘിച്ചു. മനസ്സിലായില്ല? ഒരു സാധാരണ പ്രജയുടെ കാറിന്റെ ഡോറ് തുറക്കുക. ആര്? പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. ആരാ പ്രധാനമന്ത്രി? മോത്തിലാലിന്റെ പേരക്കുട്ടി. ആരാ മോത്തിലാൽ? ബ്രിട്ടീഷ് വൈസ്രോയിയോട് ഇന്ത്യ നിങ്ങൾ അളന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ പൈസ ഞാൻ തരാം, നിങ്ങൾ ഇന്ത്യ വിൽക്കുമോ, എന്നാലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അതാണ് മോത്തിലാൽ. അത്ര വലിയ മുതലാളിയാണ്. മോത്തിലാലിൻ്റെ ഗാർഡൻ നശിപ്പിച്ചു ഒരിക്കൽ ബ്രിട്ടീഷ് പട്ടാളം. അന്ന് രാത്രി വൈസ്രോയിയെ വിരുന്നിന് ക്ഷണിച്ചു. കാശ്മീരിൽ അവർക്ക് കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മോത്തിലാൽ. അപ്പോൾ വൈസ്രോയി വന്നു. വിരുന്നിന് വന്നപ്പോൾ വൈസ്രോയിയെയും മോത്തിലാലും കൂടെ അടുത്തടുത്ത കസേരകളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തണുപ്പല്ലേ, കാശ്മീറല്ലേ. അപ്പോൾ പിന്നെ ഒരു ഞെരിപ്പോട് കൊണ്ടുവരാൻ വേണ്ടി ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ഞെരിപ്പോട് കൊണ്ടുവന്ന് തീയുണ്ടാക്കിയതിന് ശേഷം തീ കത്തിക്കാൻ വേണ്ടി അലമാര കൊണ്ടുവരാൻ പറഞ്ഞു മോത്തിലാൽ. അലമാര കൊണ്ടുവന്നപ്പോൾ ഓരോ നോട്ടിനെ കെട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഇടും. ആര്? മോത്തിലാൽ. തീ കായാൻ വൈസ്രോയിക്കും മോത്തിലാലിനും കൂടി തീ കായാൻ വേണ്ടി നോട്ടിനെ കെട്ടി ഇങ്ങനെ ഇട്ടു. ഗാർഡൻ നശിപ്പിച്ച എനിക്കൊരു ചുക്കുമല്ല എന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് മോത്തിലാൽ. ആ മോത്തിലാലിന്റെ പേരക്കുട്ടിയാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയാണ് ഒരു മനുഷ്യന്റെ കാറിന്റെ ഡോർ തുറന്നു കൊടുത്ത് എന്തേ ബിസ്സലാത്തി അലൻ നബിയിൽ മുസ്തഫ,
അവിടുന്ന് നമ്മൾ പുറകോട്ട് പോയി. ബാഫക്ക നിങ്ങൾക്ക് നടക്കാത്ത ഒരു കാര്യമല്ല. അന്ന് 2 MLA 3 MLA നമുക്ക് നടക്കണ ഒരു കാര്യമല്ല. ബാഫക്ക തങ്ങൾ MLA-കാരെ കൊണ്ടല്ല നേടിയത്, MLA-മാർ ബാഫക്ക തങ്ങളെ കൊണ്ടാണ് നേടിയത്. എന്തുകൊണ്ട്? 1 സെക്കൻഡ് സ്വലാത്ത് മുടങ്ങൂല, 1 സെക്കൻഡ് മുടങ്ങൂല. على النبي صلى الله حق لا إله إلا الله 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 അതുകൊണ്ട് വഹാബികൾ പറഞ്ഞ കളവിനെ തിരിച്ചറിയാം. മുസ്ലിമീങ്ങൾക്ക് 2 വിശേഷ ദിവസമല്ല ഉള്ളത്. അള്ളാഹുവിൻ്റെ നിഅമത്തിറങ്ങിയത് മുഴുവനും വിശേഷ ദിവസം. ഓക്കെ, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ വിശേഷ ദിവസം. അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ ദിവസമോ അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെടണം, ക്ഷമിച്ചു നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ നിഅമത്തിറങ്ങിയ ദിവസമോ നന്ദി ചെയ്യണം. അള്ളാഹുവിൻ്റെ നന്ദി എന്താ? അള്ളാഹ് ചെയ്ത നിഅമത്തിനെ വാഴ്ത്തുക, അള്ളാഹു ചെയ്ത നിഅമത്തിനെ എടുത്തു പറയുക. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നിഅമത്ത് ചെയ്താൽ എടുത്തു പറയണം. അയ്യു നിഅമത്തി മിൻ മുഹമ്മദ്, അയ്യു നിഅമത്തി മിൻ മുഹമ്മദ്. ഏത് നിഅമത്താ മുഹമ്മദ് മുസ്തഫയേക്കാൾ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങ. റബീഉൽ അവ്വൽ വരുന്നുണ്ട്, എന്നിട്ടോ അതിന്റെ വലുപ്പത്തരം എങ്ങനെ പറയാ? ഇത് അള്ളാന്റെ വലുപ്പത്തരാണ്. ഭാവികൾ പറഞ്ഞത് 2 ദിവസമേ ഉള്ളൂ, ചെറിയൊരു നാളും വലിയൊരു നാളും. അള്ളാഹ്ക്ക് 2 ദിവസമല്ല. അതൊക്കെ നിന്റെ തടിയാണിടൂ. ഇത് റൂഹാണ്, റൂഹിന്റെ ബാപ്പയാണ് മുഹമ്മദ്. തടി ഹജ്ജ് ചെയ്തപ്പോൾ വലിയൊരു നാള്, തടി നോമ്പോറ്റപ്പോൾ ചെറിയൊരു നാള്, അത്രയേ ഉള്ളൂ. ഇത് തടിയല്ല. തടി എന്ന് പറഞ്ഞാൽ മണ്ണ് പോണ സാധന. മറ്റത് റൂഹാണ്, റൂഹിന്റെ ബാപ്പയാണ് മുഹമ്മദ്. ഡയറക്റ്റ് വരിക ചെയ്യുക. മുഹമ്മദിയ നിഅമത്ത് നേരെ റൂഹിലേക്ക് വരിക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് കയറിയാലോ, മുഹമ്മദിയ നിഅമത്ത് കയറിയാൽ നന്നാവും. നോമ്പ് വെച്ചാലോ നന്നാവൂല. നന്നാവും, എൻ്റെ കൊളസ്ട്രോളൊക്കെ കുറയും. അല്ല, നിങ്ങളെ ആയുസിൽ നോമ്പൊക്കെ നോറ്റവരല്ലേ നിങ്ങളുമൊക്കെ, ഞാനും. എന്നിട്ട് പിന്നെ നന്നായത് ശഅബാൻ മാസത്തിലുണ്ടായിരുന്ന കുത്തിത്തിരിപ്പ് അതിൻ്റെ 2 ഇരട്ടി റമളാൻ ചൊവ്വാലിലുണ്ടാവും. എന്തുകൊണ്ട്? അള്ളാഹ് പൊറുത്ത് തന്നല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലല്ലേ അടുത്ത് എന്തെങ്കിലും അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റുള്ളൂ. തടിക്ക് ഡയറക്റ്റായ പെരുന്നാളാണത്. ഇത് റൂഹ. മുഹമ്മദ് കയറിയാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാവില്ല, ഫിത്ന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ശുദ്ധീകരിക്കും മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞില്ലേ, വയാൽ ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി കഅബാലയത്തിന്റെ ആ സിത്താറിന്റെ ഉള്ളിൽ മറഞ്ഞു. 1 വട്ടം 2 വട്ടം 3 വട്ടം 7ാമത്തെ വട്ടം തൗഫിന് വന്നപ്പോൾ, തൗഫത്തിന് 7ാമത്തെ തൗഫത്തിന് വന്നപ്പോൾ അയാൾ 2 കൽപ്പിച്ചു. ഇപ്പോൾ കുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവസരം നഷ്ടപ്പെടും. ഫുലാലാണ് അയാളുടെ പേര്. അയാൾ 2 കൽപ്പിച്ച് കത്തി കൊണ്ട് മുന്നേറ്റ് ചാടി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് വാള് വീണുപോയി. ഹബീബായ നബി അടുത്തേക്ക് വന്നു. അയാൾ നേരെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വീണു. അപ്പൊ റസൂലുള്ളാഹി അയാളെ പിടിച്ചുയർത്തി, ആരും കണ്ടിട്ടില്ല, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, ഇത്തക്കില്ല, പഠിച്ചോനെ പിടിച്ചോ, എന്നെ പേടിക്കണ്ട, പൊയ്ക്കോ. അപ്പോൾ അയാൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. എന്നാ ഈ സംഭവം മക്ക ഫതഹ് കഴിഞ്ഞിട്ട് നബിയെ കൊല്ലണം എന്ന് വിചാരിച്ച് നടന്ന ഒരാളുണ്ടായിരുന്നു. മക്ക ഫതഹ് കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിൻ്റെതായി മക്ക. പക്ഷെ ചില കള്ളന്മാരുണ്ടായിരുന്നു, റസൂലുള്ളാഹിനെ വകവരുത്തണം. അതിൽപ്പെട്ട ആളാണ് ഫുലാല. അയാൾ ഒരു രാത്രി വെളുപ്പം കാലത്ത് റസൂലുള്ളാഹി ഒറ്റക്ക് തവാഫിന് വരും. അപ്പൊ കുത്താൻ വേണ്ടി കാത്തുനിന്നു, കത്തി വീണു. പിന്നെ നിർവാഹമുണ്ടായില്ല. നബി പിടിച്ചുയർത്തി പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോഴായ ഷഹാദത്ത് കലിമയില്ലേ, പൊയ്ക്കോ. ഇവിടെ 3 അടി കൊടുത്തു. അയാൾ എണീറ്റോടി, കരഞ്ഞുകൊണ്ട് ഓടി. ഈ മനുഷ്യനെ ഞാൻ കുത്തേണ്ടി വന്നല്ലോ. കരഞ്ഞുകൊണ്ട് ഓടുന്നതിനിടയിൽ
ഫജാഅത് ഇലൈഹിം ബഗ്യാ. മക്കയിൽ ഒരു വേശ്യ പെണ്ണുണ്ടായിരുന്നു. അജ്ഞാന കാലഘട്ടത്തിൽ മക്കയിൽ വേശ്യാവൃത്തി നിത്യമായിരുന്നു. അപ്പോൾ ഇസ്ലാമിലേക്ക് മക്ക വന്ന ആദ്യ ദിവസങ്ങളാ, എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു. നേരം വെളുക്കാൻ കാലത്ത് മെല്ലെ ആരും കാണാതെ ഒരു പറ്റുകാരനെ നോക്കി ഇറങ്ങി നടന്നതാ, ആരെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഈ വേശ്യ. അപ്പോഴാണ് ഓടുക ഫുലാല. അപ്പോൾ ഫുലാലയെ പെണ്ണ് തടഞ്ഞു. ഫുലാല, നന്നായി നന്നായി, ഇന്ന് എനിക്കൊരാളെ കിട്ടിയില്ല. സാധാരണ ഈ പെണ്ണിന്റെ അടുത്ത് പോകുന്ന ആളായിരുന്നു ഫുലാല. ഫുലാലയെ കണ്ടപ്പോൾ ഈ വേശ്യപ്പെണ്ണിന് സന്തോഷായി. ഇങ്ങോട്ട് വാ, ഹലുമ്മ ഇലയ്യ, ഇങ്ങോട്ട് വാ, എനിക്കൊന്നും ഒരാളെ കിട്ടിയില്ല. അപ്പോൾ ഫുലാല പറഞ്ഞു, അസ്ലഹനി റബ്ബി അസ്ലഹകില്ല, എന്റെ റബ്ബിനെ നന്നാക്കി, ഇനി വരൂല. മദ്രസ പോയോ? മദ്രസ പോയാൽ ഈ അവസ്ഥ ഉണ്ടാവോ? അതുമില്ല. എന്തേ? ആ കൈ കൊണ്ട് അടി കൊടുത്തു. തക്കില്ല, അടിമുടി മാറി, അടിമുടി മാറി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒറ്റടി നെഞ്ചിലേക്ക്. നന്നാക്, നന്നാക്. ഫുലാല പറഞ്ഞു, അസ്ലഹനി റബ്ബി അസ്ലഹകില്ല, എന്നെ റബ്ബ് എന്നെ നന്നാക്കി, നിന്നെ റബ്ബ് നന്നാക്കട്ടെ, ഇനി ഞാൻ വരില്ല, ഞാൻ ഓടാണ്, എന്നെ റബ്ബ് നന്നാക്കി കഴിഞ്ഞു. എന്റെ മുഹമ്മദ്, അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ്, അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ്, അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ്, അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ തനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ ജിത ശറഫ്തൽ മദീന റദാഇ യാ നബി സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബിയെ കാത്തിരുന്ന് പ്രശംസയുടെ കവിതയുമായി കാത്തിരുന്ന മദീനക്കവരെ പോലെയാണ് നബി വഫാത്തായതിനു ശേഷം ഇന്നേവരെ വന്ന എല്ലാ മുഅ്മിനീങ്ങളും. നിങ്ങൾ ആ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ജനത അവർ നബിയെ കണ്ടിട്ടില്ല. കണ്ടോ? ഇല്ല. നബിയെ കണ്ടിട്ടില്ല, നബിയെ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അവർ മനസ്സിൽ കണക്കൂട്ടി ഇതൊരു ബദറുൽ മുനീർ തന്നെയാണ്. നബി വന്നിട്ടാണോ, നബിയെ കണ്ടിട്ടാണോ അവർ നബിയെ പ്രശംസിച്ചത്? അല്ല, കണ്ടിട്ടില്ല. നബിയെ അവർ കണ്ടിട്ടില്ല, നബിയുമായി അവർക്ക് പരിചയമില്ല. പക്ഷെ അവർ അല്ലാഹുവിന്റെ അളീമായ ഖൽഖാണ് മുഹമ്മദ് എന്നവർക്കറിയാം. അവർ നബിയുമായി പരിചയമുള്ളവരുമല്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹാനാണ് ഈ വരുന്നത് എന്നവർ കണക്കുകൂട്ടി. എന്നിട്ട് അവർ കവിതയുണ്ടാക്കി. ആ നബിയെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടാക്കിയ കവിതയല്ല. കോടാന കോടി സുന്നികൾ ലോക ചരിത്രത്തിൽ കടന്നുപോയി. അവർ നബിയെ പറ്റി പാടിയത് കണ്ണിൽ കണ്ടതുപോലെയാണ്. എന്നാൽ അവർ നബിയെ കണ്ടിട്ടില്ല. ഏതുപോലെ? മദീനയിൽ കാത്തുന്ന അൻസ്വാരികളെ പോലെ. അൻസ്വാരികൾ നബിയെ കണ്ടിട്ടില്ല. ലോകത്തിന് വരെ വന്ന മാതിഹ്യങ്ങളായ സുന്നികളും നബിയെ കണ്ടിട്ടില്ല. പക്ഷേ ആ പാട്ടുണ്ടാക്കി ആരെങ്കിലും നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബദ്റു അലൈനാ മിൻ സാനിയത്തിൽ വജാഇ വജബ ശുക്രു അലൈനാ വജബ ശുക്രു അലൈനാ. ഞങ്ങൾക്ക് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. ഏതാ ശുക്ർ? ഈ പാട്ട് ആയത്തിൽ എന്താ പറഞ്ഞ്? ഇന്ന ഫീ ദാലിക ലികുല്ലി ആയാത്തിൽ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ. നിഅമത്ത്
കണ്ടു കഴിഞ്ഞാൽ, നിഅമത്തിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നന്ദിയുള്ളവർക്ക് പാഠമുണ്ട്. അവരെന്ത് ചെയ്യും? നന്ദിയും. ശരി, ബെയ്ത്തിലേക്ക് വാ. നബിയുടെ മുന്നിൽ ചെന്ന ബെയ്ത്ത് അത് ഹദീസാണല്ലോ, നിരാശയും ഹദീസാ. ഞങ്ങൾക്ക് ശുക്ർ. എന്താ ശുക്ർ? നബിയെ പ്രശംസിച്ച് ബെയ്ത്തില്ല, നബിയെ പറ്റി പറയല്. നബി പറയാ, ഈമാൻ നബിയെ പറയലാണ്. ഒരാൾ ഈമാൻ ഉണ്ടെങ്കിൽ നബി പറയും, ഒരാൾ ഈമാൻ ഇല്ലെങ്കിൽ അയാൾക്ക് മടിയായിരിക്കും. റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 5 കൊല്ലം കൊറോണക്കാലം. ഒരാൾ നാളെ റബീഉൽ അവ്വലാണ് എന്ന് അയാൾ എന്തോ ഒരു കാര്യത്തിന് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു. ഇവിടെ അടുത്തുള്ള ഈ പാഴൂരിൻ പരിസരത്തുള്ള ഒരു വ്യക്തി, പേര് പറയൂല. അപ്പോൾ അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു, അത് ഖുർആൻ കൊണ്ടുവന്ന ഒരാളാണ്. ആ ആൾ ഖുർആൻ തന്നു പോയി. പിന്നെ അയാൾ ജനിച്ച ദിവസം ഇത് മാസം ഇത് നോക്കേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ ഒറ്റയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞുതരും, പുറത്ത് പറയില്ല. ഞാൻ ആ നിമിഷം അയാളെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തു, ബന്ദ് ചെയ്തു. ഇന്ന് വരെ പിന്നെ വിളിച്ചിട്ടില്ല, അങ്ങോട്ടുമില്ല. കാരണം അയാൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. അയാൾ മനസ്സിലാക്കിയ മുഹമ്മദ് നബി അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അയാൾ കൊടിയത്തൂർക്കാരനായ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഞാൻ എൻ്റെ ചെവി മുളച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. ആ ഖുർആൻ കൊണ്ടുവന്ന ഒരാളല്ലേ അയാൾ. ഖുർആൻ തന്നു പോയി. പിന്നെ അയാൾ എവിടെ ജനിച്ചു എവിടെ മരിച്ചു നോക്കേണ്ട ബാധ്യത നമുക്കെന്താ? ഔദു ബില്ലാഹ്. അതൊരു ഹിന്ദു പറയില്ല, അത് ഹിന്ദു പറയില്ല. ഒരു വയസ്സായ മനുഷ്യനെ എന്താ പറയുക, ഒരു വയസ്സായ മനുഷ്യനെ പിന്നെ ഫറോക്ക് നമ്മളെ ക്ലാസ്സിന് വന്നിരുന്നു, ഇസ്ലാമിക് സെൻട്രൽ ക്ലാസ് നടന്നിരുന്നു. അയാൾ ഡയാലിസിസിനോ. അപ്പോൾ ഈ കിറ്റൊക്കെ പിടിച്ചുകൊണ്ടാണ് വരിക. ഓർമ്മ ഉണ്ടോ ആർക്ക് അയാളെ? ഇതാണ് അയാളെ പേര്, ഈ ഫറോക്ക് എന്നാ അയാൾ വരിക. അയാൾ CM ഖാദിമായിരുന്നു. അയാൾ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. CM അയാളോട് പറഞ്ഞത്, നോക്കൂ, ഹിന്ദുക്കൾക്ക് അല്ലാഹു തൗബ കൊടുത്തേക്കാം, എന്നാൽ വഹാബി ജമാഅത്തെ ഇസ്ലാമി തൗബയില്ല കേട്ടോ. അവർ മുഹമ്മദ് മുസ്തഫാനെ ചെറുതാക്കി, ഹിന്ദുക്കൾ ഒരിക്കലും നബിയെ ചെറുതാക്കിയിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് തൗബ കൊടുത്തേക്കാം, അവർക്ക് തൗബയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂലിനെ ചെറുതാക്കി. അള്ളാഹു റസൂലിനെ ചെറുതാക്കിയാൽ കഥ കഴിഞ്ഞ് പിന്നെ ഒന്നും കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ അള്ളാഹു റസൂലിൻ്റെ ദിവസം നല്ല വസ്ത്രാണിയും, നേരത്തെ തന്നെ കുളിക്കും. ഞാൻ ആദ്യത്തെ പ്രസംഗത്തിന് കുളിച്ചു, ഈ പ്രസംഗത്തിന് കുളിച്ചു. എൻ്റെ ഭാര്യ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന വസ്ത്രമാണ്. അപ്പോൾ അവരെനിക്ക് കുപ്പായിടാൻ വേണ്ടി നിർബന്ധിച്ചപ്പോഴും ഞാൻ മനസ്സിലുണ്ടായിരുന്നു അത് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി കൊടുക്കാണ്. എന്തുകൊണ്ട്? എല്ലാത്തിൻ്റെയും കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാടാനപ്പള്ളിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. അയാൾ എനിക്കൊരു ഓവർകോട്ട് കൊണ്ടുവന്നു, പച്ച ഓവർകോട്ട്. നേരം വെളുക്കാങ്ങടുത്ത് ഫജ്റിൻ്റെ മുമ്പ് അള്ളാഹു റസൂലിൻ്റെ മദഹ് ചൊല്ലുന്ന ആ വരി പ്രഭാഷണത്തിൽ ഉസ്താദ് ഈ ഓവർകോട്ട് ഇടണമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു. മമാലിക്കാണ് അയാളെ പേര്. അയാൾ വാടാനപ്പള്ളിയിൽ നിന്ന് വന്നു ഒരു കോട്ട് തരാൻ വേണ്ടി. എന്തിന്? റബീഉൽ അവ്വൽ 12 പുലർച്ചെയുള്ള പ്രഭാഷണത്തിന് ആ കോട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. മനുഷ്യന്മാർ ഒരുക്കുകയാണ് ആർക്ക് വേണ്ടി? അള്ളാഹുവിനെ അദാബ് ഇറങ്ങിയ ദിവസം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിനെ നിഅമത്ത് ഇറങ്ങിയ ദിവസം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ബദർ യുദ്ധമല്ല. അള്ളാഹുവിൻ്റെ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഖുർആൻ ഇറങ്ങിയതുമല്ല. ഖുർആൻ കൊണ്ടും ജനങ്ങൾ പിഴക്കുമെന്ന് ഖുർആനിൽ ഉണ്ട്. മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് ഒരാളും പിഴക്കൂല. ലോകത്തിൽ തെളിവ് കാണിച്ചെന്ന അന്ന് ഈ പണി റാമത്ത് നിർത്തും. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് പറയലായിരുന്നു ലക്ഷ്യം. ചെറിയൊരു യാസീനോദി ദുആ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ദീർഘമായ പരിപാടിയൊന്നുമില്ല. എല്ലാവരും സന്തോഷിച്ച് തിരിച്ചു പോവുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിനിടയിൽ ചീരണി വിതരണം ചെയ്യാൻ വേണ്ടി ഉണ്ട്. ചീരണി കൊണ്ടുവന്നുണ്ടോ?
ചീരനെടുക്കാൻ വേണ്ടി പറഞ്ഞു. കൊടുത്തോ കൊടുത്തോ? എന്റെ ഇത് ചീരഞ്ഞ ഇത് മിഠായി കൊടുത്താ തീർന്നിട്ടില്ലെങ്കിൽ പേടി പോയിട്ട് ഇനി മിഠായി കൊണ്ടുവരേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതാണ് ഹക്കായ മാർഗം. പോയി വാങ്ങിക്കാളി. ഇതിലും വലിയ ഞാമത്ത് എന്താ? നല്ല കുറച്ച് മിഠായും കൂടി വാങ്ങിക്കൊണ്ടിരും. ആരെങ്കിലും പോയിട്ട് കുറച്ച് മിഠായും കൂടി വാങ്ങിക്കൊണ്ടിരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്ത് തുറന്നു കിട്ടുന്ന അടിമകളിൽ നിന്ന് അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. പേടിക്കണ്ട, ഇത് വലിയൊരു നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹിൻ്റെ വിശേഷ ദിവസങ്ങൾ ധാരാളമാണ്. ഖുർആൻ ഇറങ്ങിയാൽ വിശേഷ ദിവസം ലൈലത്തുൽ ഖദ്ർ അള്ളാഹിൻ്റെ ദിവസമാണ്. എന്തേ ഖുർആൻ ഇറങ്ങി? മുഹമ്മദ് മുസ്തഫ അതിനേക്കാൾ വലിയതാണ്. ആ ഖുർആൻ ഓതിക്കൊടുത്തത് മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശേഷ ദിവസങ്ങളെ ജനങ്ങളിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അതിലേറ്റവും വലിയ വിശേഷ ദിവസം സുപ്രയിറങ്ങിയതല്ല, മേഘം തണലിട്ടതല്ല, ചന്ദ്രൻ പിളർന്നതല്ല, ചെങ്കടൽ പിളർന്നതല്ല, മുഹമ്മദ് മുസ്തഫ.